get crazy. Crazy. Get crazy. ഹലോ ആൻഡ് വെൽക്കം ടു റെഡ് എഫ് മെയിൽ ക്രേസി ടി വി. വീണ്ടും ഞാൻ വന്നിരിക്കുന്നു ഒരു പുതിയ എപ്പിസോഡുമായി. ഈ എപ്പിസോഡിൽ ഞങ്ങൾക്ക് കുറേ ക്രേസി സംഭവങ്ങളുണ്ട് സ്റ്റോക്ക്. അപ്പോൾ വെയിറ്റ് ആൻഡ് വാച്ച്. ദർ ആർ മെനി ഓഫ് us who have strange abilities. എന്നെ തന്നെ നോക്ക്, ഇത് നോക്ക്. എനിക്ക് എൻ്റെ ഒരു ഐബ്രോ മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു ന്യൂ എബിലിറ്റി ആയിട്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ സീ വാട്ട് ഹീസ് അപ് ടു, റൈറ്റ്? ഇസ്രായേൽ ലെബനെ ആക്രമിച്ചു. കൊള്ളാം, മൊത്തം ആക്രമമാണ്. 2 ഇസ്രായേലി സൈനികർ ലെബനീസ് എല്ലാ ആക്രമമാണ്. എടാ പറ്റി വന്നിട്ട് പോണത് എന്ന് പറ്റിയതാണല്ലോ. അല്ല ചേട്ടാ, നമസ്കാരം. പത്രമൊക്കെ വായിച്ച് നിൽക്കുകയായിരുന്നു. കേട്ടോ, ഇസ്രായേൽ ലെബനെ ആക്രമിച്ചു, അതൊക്കെ പത്രത്തിൽ വന്നു. എന്നാൽ തങ്കപ്പനെ സുധാകരൻ ആക്രമിച്ചൊന്നും പത്രത്തിൽ ആരും ഇല്ല. എവിടെ പരിപാടി? ഞാൻ ക്രേസി ടിവിയുടെ ഷൂട്ടിംഗ് വന്നാണ്. ഓ, ക്രേസി ടിവി. നിങ്ങൾ 9 മണിക്കുള്ള പരിപാടി കാണാറുണ്ട്. അതിന്റെ ഷൂട്ടിങ്ങിന് വന്നതാ. നല്ല മഴയൊക്കെ. ചേട്ടാ ഒരു ചായ ഒരു ഉഴുന്നോടെ എന്താ? ഒരു ചായ എടുത്താ മതി. ഉഴുന്നോടെ കഴിച്ചു. നല്ല ഉഴുന്നോടെയാ, ഫ്രഷാ ചായ. നല്ലതാണല്ലോ. നല്ല ചായ കഴിച്ചു. ചായപ്പോ ഇന്ത്യ 2 രൂപ നീ എന്താ ചായ കുടിച്ചിട്ട്? ഇവനൊക്കെ ചായ കുടിച്ചോ? നല്ല അസ്ഥല ചായ. നല്ല ചായ. ചേട്ടാ, ഇത് മിനിങ്ങാന്നുണ്ടാക്കി വിടുന്നൂടെയാണോ? മിനിങ്ങാണ് താമരാത്ത എന്റെ കുഴപ്പമില്ല, ഇങ്ങോട്ട് വെച്ചു. വേണ്ട കഴിക്കണ്ട. എന്റെ തെറ്റാണല്ലേ? എന്റെ തെറ്റാണല്ലേ? ചേട്ടാ, ഇത് അലമാരിക്കകത്ത് മെഴുകിരിയൊക്കെ എടുത്ത് വെച്ചേക്കണത്. അത് മെഴുകുതിരി അല്ല, പുട്ടാണ് അലമാരിക്കകത്ത് വെച്ചേക്കണത്. എന്നൊരു കാര്യം ചെയ്യും, 2 ലക്ഷം പുട്ടിങ്ങതാ. അതരാൻ പറ്റിയല്ലോ. പിന്നെ ഞാൻ എന്നാ കഴിക്കും? അപ്പൊ ചേട്ടൻ ഒരു പീസേ ഉള്ളൂ. ചേട്ടൻ 2 ദോശ ഇങ്ങോട്ട്. ദോശയാണോ അത്? അത് ദോശയല്ല. അത് പിന്നെ അത് അപ്പം ഉണ്ടാക്കാൻ നോക്കിയതാ. ദോശയല്ല, അപ്പം അല്ലാത്തൊരു പരിപാടി. ഇപ്പൊ ദൊപ്പമായിട്ടിരിക്കുക. വേണേ തരാം, 2 പ്ലേറ്റ് തരാം. ദൊപ്പമായിട്ടിരിക്കാനല്ലേ? അയ്യോ, അത് ഞാൻ കണ്ടില്ല. അതെ, ഞാൻ ഈ ചായ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ ഒരു പാറ്റ ഇരിപ്പുണ്ടായിരുന്നു, അവിടെ ഒരു പല്ലിരിപ്പുണ്ടായിരുന്നു. ഈ പാറ്റ പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ടോ 2 സ്ലിപ്പായി ചായക്കകത്ത് വിടും. എന്റെ കുഴപ്പമല്ലല്ലോ. ഇത് കുടിച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എപ്പോ നടിക്കും ഞാൻ. ഒരു വൃത്തികെട്ട മണം തന്നെ ഇവിടെ ആണല്ലേ? എലി എവിടെ ചത്ത് കിടപ്പുണ്ട്? അപ്പൊ എലി ഇവിടുത്തെ ഭക്ഷണം കഴിച്ചു കാണുമല്ലോ. അതെ അതെ. ഈ പട്ടീനെയൊക്കെ കൊണ്ടുപോയി അയ്യോ, ആ പട്ടി ഓടിച്ചില്ലേ? എന്റെ കാര്യം, എന്റെ പൊന്നു മോനെ, ഇവിടെ കഴുകാൻ വെള്ളം ഇല്ലാത്തപ്പോ ഈ കഴിച്ച പാത്രമൊക്കെ ഒന്ന് പട്ടി ആ നക്കി ഒന്ന് ക്ലീൻ ആക്കുന്നത്. അതിനൊക്കെ ഓടിച്ചു പട്ടി. അയ്യോ, അത് പോയി അവിടെ. എന്റെ ദൈവം ഇവിടെ കഴിക്കാൻ പോയല്ലോ. ഒരു കാര്യം ചെയ്യും, എനിക്ക് ഈ സാധനം ഒന്നും വേണ്ട. ഒരു 2 ബുൾസൈ അടിച്ചു തരാം. 2 ബുൾസൈ ഒക്കെ അടിച്ചു തരാം. പക്ഷെ ഞാൻ ഈ ബുൾസൈ കൈ കൊണ്ട് തൊടുകയല്ല. ബുൾസൈ, അതായത് ഞാൻ സാറിന് വെയിറ്റേറിയനാണ്. ബുൾസൈ ഒക്കെ തിരിച്ചും മലിച്ചും ഒക്കെ ഒരു കറങ്ങി അഭ്യാസം കാണിക്കുന്ന ഒരു പയ്യൻ നമ്മളുണ്ട്. സപ്ലൈ നിങ്ങൾക്ക് ക്രേസി ടിവിയിൽ അവിടെ യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് ടിവിക്ക് വേണ്ടത്. നിങ്ങൾ ചാനലുകാരൊക്കെ വന്ന സ്ഥിതിക്ക് അവനെ ഒന്ന് പരിചയപ്പെടുത്താം. ഈ ഉടുന്നോടെ പോലെ ആകരുത്. ഇല്ല. മോനെ ഇങ്ങോട്ട് വരൂ. സിജോ എന്നാണ് അവന്റെ പേര്. ബാബൻ. ഇവൻ എന്തൊക്കെ ചെയ്യുന്നുള്ളത് മോനെ പറഞ്ഞു. എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഇവര് ക്യാമറയിൽ ഒപ്പ് എടുത്തോളൂ, പറഞ്ഞോളൂ. അപ്പൊ ഞാൻ എന്റെ കൈവറലെല്ലാം ഇങ്ങനെ മടക്കാണ്. ഇങ്ങനെ മായല്ല, മാജിക്കല്ല, മണ്ടമല്ല. അവൻ നടക്കുന്നത് കണ്ടോ? പയ്യനാണ്. പിന്നെ എല്ലാം ഒന്നിച്ച് മടങ്ങോ? എല്ലാം ഒന്നിച്ച് അപ്പുറത്തെ കൈ ആദ്യം മടങ്ങും, ഇങ്ങോട്ട് മടങ്ങും. അതായത് ഒരു കോഴിമുട്ട ഇങ്ങനെ എടുക്കും, എന്നിട്ടിങ്ങനെ പ്ലേറ്റ് വേണം. പിന്നെ അല്ല മുട്ട ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ പൊട്ടിക്കലാണ്. പൊട്ടിനില്ലല്ലോ കൊച്ചേ. ഇനിയിപ്പോ ഇവന്റെ പ്രകടനം എന്ന് പറഞ്ഞ ഇതൊന്നും അല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടേ മതി. നമുക്ക് അങ്ങനെ വേണമെന്നില്ല. അതായത് ഇവൻ നമ്മൾ സാധനം നടക്കുന്നത് എങ്ങനെ 2 ഇങ്ങനെ സ്റ്റഡി ആയിട്ടുള്ള. പക്ഷെ ഇവൻ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് നടക്കുന്നത്. ഒന്ന് പറഞ്ഞു കൊടുത്ത. അതായത് അതിന്റെ കാലിന്റെ പത്തി ഇങ്ങനെ പകുതി ഇങ്ങനെ മടക്കിയിട്ട് യന്ത്രമനുഷ്യൻ നടക്കുന്ന പോലെ ഇങ്ങനെ കുത്തി നടക്കാൻ ചെയ്യും. കാർട്ടൂണൊക്കെ കണ്ടില്ല ഇങ്ങനെ നടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നടക്കും. പത്തി ഇങ്ങനെ വെച്ചിട്ട് നടക്കും. അപ്പൊ എന്തായാലും അതൊന്ന് കാണാം. ഓക്കെ, വാ.
അസ്ലായി കലക്കിട്ടുണ്ട് മോനെ. എവിടെ നമ്മുടെ കടക്കാരൻ എവിടെ? അടിപൊളിയായില്ലേ? അസ്ലായി. അപ്പൊ അതിന്റെ പേര് മറക്കണ്ട, സിജോ. ചേട്ടന്റെ സപ്ലയറെ സമ്മതിച്ചിരിക്കുന്നു. അതൊക്കെ സമ്മതിക്കാം. സമ്മാനം സമ്മാനം തരുന്നുണ്ട്. മോനെ സമ്മാനം കൊടു. ഇതാ പറക്കാട് ജുവലേഴ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ, അതുപോലെ തമർ നൽകുന്ന ഒരു ഗിഫ്റ്റ് പാക്കറ്റ്, അതുപോലെ പിന്നെന്താ ഗൾഫ് ഗോൾഡിന്റെ ഒരു ഗിഫ്റ്റ് പാക്കറ്റ്, പെരിയാർ റൈസ് നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ. ഇത് അരിമേടിക്കാനുള്ള ഇതെനിക്ക് തന്നേക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട്, നീ ഈ ആഴ്ച ക്രേസി ടിവിയുടെ ഷൂട്ട് എന്ന് പറഞ്ഞ് ഇവിടെ എന്റെ ചായക്കട വന്നിട്ട് ഓരോ ദിവസവും ഓരോ സാധനം മേടിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ പറ്റെന്ന് പറയുന്നത് ഈ ദിവസത്തെ പറ്റെന്ന് കുറെ ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ ഇന്ന് തരും. അത്ര നേരം പ്രശ്നമുള്ളല്ലോ. പറ്റാനുള്ള ചേട്ടന്റെ പ്രശ്നം. അതെ അതെ അതെ. ഓക്കെ. കഴിഞ്ഞ ആഴ്ചത്തെ എന്റെ പറ്റത്രയായി? കഴിഞ്ഞ ആഴ്ചത്തെ എന്റെ പറ്റി 250 രൂപ 50 പൈസ ഉണ്ട്. 250 രൂപ 50 പൈസ. അതെ അതെ. ഇന്നത്തെ പറ്റത്രയുണ്ട്? ഇന്നത്തെ പറ്റി 50 രൂപ. 50 രൂപ. ഒരു കാര്യം ചെയ്യും, കഴിഞ്ഞ ആഴ്ചയിലെ പറ്റ് അവിടെ നിൽക്കട്ടെ, ഇന്നത്തെ പറ്റ് പിന്നെ തരാം.